നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് BSc ഫിസിക്സ് സിലബസ് 2019-20 അഡ്മിഷൻ ഓൺവേർഡ്സ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷം BSc ഫിസിക്സ് സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പഴയ പുസ്തകങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ, അത് ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ നോട്ട് ബുക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ നേരെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ വാങ്ങാവൂ. അതായത് ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. കാരണം പേപ്പറുകളുടെ പേരൊന്നും പലതും മാറിയിട്ടില്ല, പക്ഷേ ടോപ്പിക്കുകളിൽ മാറ്റമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില ചാപ്റ്റേഴ്സിലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേപ്പറിൻ്റെ പേര് മാറില്ല, ടോപ്പിക്സൊക്കെ മാറും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ ബുക്കൊക്കെ വാങ്ങി പഠിക്കുമ്പോൾ അത് പ്രശ്നമാവും. അപ്പോൾ അത് നിങ്ങളുടെ നേരെ സീനിയേഴ്സിൻ്റെ പുസ്തകങ്ങൾ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടൂ. നിങ്ങളുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. 6 സെമസ്റ്ററിൽ ആയിട്ടാണ് നിങ്ങളുടെ കോഴ്സ് നടക്കുക. ഒരു സെമസ്റ്ററിൽ 90 വർക്കിംഗ് ഡേയ്സ് ആണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ, ഇനി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ആണല്ലോ അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കേണ്ട പേപ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് 1, ഇംഗ്ലീഷ് 2, 2 പേപ്പർ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. നമ്മുടെ കോളേജിൽ മലയാളം, അറബിക്ക് ഈ 2 സെക്കൻഡ് ലാംഗ്വേജുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്. പിന്നെ കോർ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ പേപ്പേഴ്സാണ് കോർ കോഴ്സ്. അപ്പോൾ കോർ കോഴ്സ് 1 ഫിസിക്സിൻ്റെ പേപ്പറായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത് മെക്കാനിക്സ് 1. മെക്കാനിക്സ് 1ഉം മെക്കാനിക്സ് 2 ഉണ്ട്. മെക്കാനിക്സ് 2 നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ മെക്കാനിക്സ് 1 ആണ് ഫിസിക്സിൻ്റെ പേപ്പറായിട്ട് പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേപ്പർ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മളൊരു സെക്കൻഡ് സെമസ്റ്റർ ലാസ്റ്റൊക്കെ ആയിട്ടാണ് പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററി കോഴ്സസ് 2 എണ്ണമാണ് നിങ്ങൾക്ക് ഉള്ളത്, മാത്തമാറ്റിക്സും കെമിസ്ട്രിയും. അപ്പോൾ ഫസ്റ്റ് കോംപ്ലിമെൻ്ററി കോഴ്സ് 1 മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ സെക്കൻഡ് കോംപ്ലിമെൻ്ററി കോഴ്സ് 1 അത് ഏതാണ്, കെമിസ്ട്രിയാണ്. അപ്പോൾ ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കെമിസ്ട്രിയുടെ ഒരു പ്രാക്ടിക്കൽ ഉണ്ട്. സെക്കൻഡ് കോംപ്ലിമെൻ്ററി കോഴ്സ് പ്രാക്ടിക്കൽ 1 അത് കെമിസ്ട്രിയുടെ പ്രാക്ടിക്കലാണ്. അത് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ ആരംഭിക്കും കെമിസ്ട്രിയുടെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പേപ്പർ കൂടിയുണ്ട്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. ആ ഒരു ആഡ് ഓൺ കോഴ്സായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പേപ്പേഴ്സാണ്. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ പിന്നെ അറിയിക്കും. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ അതൊരു ജനറൽ ആയിട്ട് എല്ലാ BComഉം BBയും BScക്കും ഒക്കെ ഉള്ളൊരു പേപ്പറാണ്. അത് നിങ്ങളെ പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കും. പിന്നെ അതിൻ്റെ വലതുഭാഗത്ത് ഓരോ പേപ്പറുകളുടെയും ക്രെഡിറ്റുകൾ കാണാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ് ഫസ്റ്റ് 4 ക്രെഡിറ്റ്സ് ആണ്, ഇംഗ്ലീഷ് 2 3 ക്രെഡിറ്റ്സ് ആണ്. പിന്നെ അതുപോലെ മെക്കാനിക്സ് 1 2 ക്രെഡിറ്റ്സ് ആണ്, മാത്തമാറ്റിക്സ് 3 ക്രെഡിറ്റ്സ്, സെക്കൻഡ് കോംപ്ലിമെൻ്ററി കോഴ്സ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി 2 ക്രെഡിറ്റ്സ്. ഇങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റ്സ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ആ പേപ്പർ പരീക്ഷ എഴുതിയിട്ട് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റുകൾ കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ എല്ലാ പേപ്പറും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റുകളാണ് കിട്ടുക, അവിടെ കൊടുത്തിട്ടുണ്ട് 18 ക്രെഡിറ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് എല്ലാ പേപ്പേഴ്സും പാസ്സാവണമെന്നേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പേപ്പേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. സെക്കൻഡ് സെമസ്റ്ററിലും 2 ഇംഗ്ലീഷ് പേപ്പർ പഠിക്കുന്നുണ്ട്. 4 ക്രെഡിറ്റിൻ്റെ ഒരു പേപ്പറുണ്ട്, 3 ക്രെഡിറ്റിൻ്റെ രണ്ടാമത് മറ്റൊരു പേപ്പറുണ്ട്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, അതിന് 4 ക്രെഡിറ്റ്സ് ആണ്. മെക്കാനിക്സ് 2 ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ബാക്കി ഉള്ള മെക്കാനിക്സ്, അതിന് 2 ക്രെഡിറ്റ്സ് ഉണ്ട്. പിന്നെ കോർ കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ പതുക്കെ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യും, അതായത് ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ. പിന്നെ ഫസ്റ്റ് കോംപ്ലിമെൻ്ററി കോഴ്സ് 2 മാത്തമാറ്റിക്സ് 3 ക്രെഡിറ്റ്സ് ഉണ്ട്. സെക്കൻഡ് കോംപ്ലിമെൻ്ററി കോഴ്സ് 2 കെമിസ്ട്രി 2 ക്രെഡിറ്റ്സ്. പിന്നെ സെക്കൻഡ് കോംപ്ലിമെൻ്ററി കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ അത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ആഡ് ഓൺ കോഴ്സ്. അത്രയും മൊത്തം 18 ക്രെഡിറ്റാണ് സെക്കൻഡ് സെമസ്റ്ററിലുള്ളത്. നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഈ പേപ്പറുകളെല്ലാം പരീക്ഷ എഴുതി പാസ്സായാൽ നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും ഒരു 18 ക്രെഡിറ്റ് ലഭിക്കും.
അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ സിലബസ് കൊടുത്തിരിക്കുന്നു. ഇംഗ്ലീഷ് ഒരു പേപ്പറുണ്ട്, 4 ക്രെഡിറ്റ് ആണ് അതിനുള്ളത്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് അറബിക് ഓർ മലയാളം 4 ക്രെഡിറ്റിൻ്റെ ഒരു പേപ്പർ പഠിക്കാനുണ്ട്. പിന്നെ കോർ കോഴ്സ് ഫിസിക്സ് ഇലക്ട്രോഡൈനാമിക്സ് 1 എന്ന് പറയുന്നൊരു പേപ്പറാണ് നിങ്ങൾ പഠിക്കുക തേർഡ് സെമസ്റ്ററിൽ. അതിന് 3 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ നമ്മൾ കോർ കോഴ്സ് പ്രാക്ടിക്കൽ 1 കാര്യമായിട്ട് നമ്മൾ തേർഡ് സെമസ്റ്റർ മുതൽ ആണ് സെക്കൻഡ് സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. തേർഡ് സെമസ്റ്ററിലൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുക, തേർഡും ഫോർത്ത് സെമസ്റ്ററിലൊക്കെയാണ്. പിന്നെ മാത്തമാറ്റിക്സിൻ്റെ ഒരു പേപ്പർ നമ്മൾ പഠിക്കുന്നു, 3 ക്രെഡിറ്റ്സ് ആണുള്ളത്. സെക്കൻഡ് കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി 2 ക്രെഡിറ്റ്സിൻ്റെ ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തേർഡ് സെമസ്റ്ററിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഒരു ആഡ് ഓൺ കോഴ്സ് ഹ്യൂമൻ റൈറ്റ്സ് ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഒരു ആഡ് ഓൺ കോഴ്സ് നമ്മൾ ചെയ്യും. അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നിങ്ങളെ അറിയിക്കും. അങ്ങനെ മൊത്തം 16 ക്രെഡിറ്റുകളാണ് തേർഡ് സെമസ്റ്ററിൽ ഉള്ളത്. ഫോർത്ത് സെമസ്റ്ററിൽ അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററിന് സിമിലറായിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ, അതിന് 4 ക്രെഡിറ്റാണുള്ളത്. സെക്കൻഡ് ലാംഗ്വേജ് 4 ക്രെഡിറ്റിൻ്റെ ഒരു പേപ്പറുണ്ട്. പിന്നെ ഫിസിക്സ് പേപ്പറായിട്ട് കോർ കോഴ്സായിട്ട് ഇലക്ട്രോഡൈനാമിക്സ് 2 3 ക്രെഡിറ്റ്. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ഫിസിക്സ് പ്രാക്ടിക്കൽ കോർ കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ തേർഡ് സെമസ്റ്ററിൽ കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്, അത് 5 ക്രെഡിറ്റ്. അവിടെ ക്രെഡിറ്റ് കൊടുക്കാനുള്ള കാരണം പിന്നെ ഫസ്റ്റ് ഫിസിക്സ് പ്രാക്ടിക്കൽ പേപ്പറിൻ്റെ പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ നടക്കുക ഫോർത്ത് സെമസ്റ്റർ ലാസ്റ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയത്ത് അവിടെ നമ്മൾ ക്രെഡിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോർത്ത് സെമസ്റ്റർ ലാസ്റ്റാണ് ഫിസിക്സ്. നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ ലാസ്റ്റൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ പ്രാക്ടിക്കൽ ചെയ്യാൻ, അതിൻ്റെ പരീക്ഷ നടക്കുക. ഫോർത്ത് സെമസ്റ്റർ ലാസ്റ്റ് നിങ്ങൾ ആ പ്രാക്ടിക്കൽ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 5 ക്രെഡിറ്റ് അവിടെ കിട്ടും. പിന്നെ മാത്തമാറ്റിക്സിൻ്റെ തിയറി പേപ്പർ 3 ക്രെഡിറ്റ്സ്, കെമിസ്ട്രി 3 പേപ്പർ 2 ക്രെഡിറ്റ്സിൻ്റെ ഒരു പേപ്പറുണ്ട് ഫോർത്ത് സെമസ്റ്ററിൽ. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ അതിന് 4 ക്രെഡിറ്റ്സ് കാണാം. അതിൻ്റെയും പരീക്ഷ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കെമിസ്ട്രി പ്രാക്ടിക്കൽ ചെയ്യാൻ. അതിൻ്റെ എക്സാം നടക്കുക ഫോർത്ത് സെമസ്റ്റർ ലാസ്റ്റ് ആയിരിക്കും. അതായത് ഫോർത്ത് സെമസ്റ്റർ ലാസ്റ്റ് നിങ്ങൾക്ക് 2 പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ഫിസിക്സിൻ്റെ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ, അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ. അതുകൊണ്ടാണ് അവിടെ പ്രാക്ടിക്കലിന് ഇത്രയും ആദ്യത്തെ 3 സെമസ്റ്ററിലും ക്രെഡിറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു സെമസ്റ്റർ ലാസ്റ്റാണ് അതിൻ്റെ പരീക്ഷ നടക്കുക. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് 4 ക്രെഡിറ്റ് ലഭിക്കും. പിന്നെ വീണ്ടും ഒരു ആഡ് ഓൺ കോഴ്സ് ഫോർത്ത് സെമസ്റ്ററിലുണ്ട്. അത് ജെൻഡർ സ്റ്റഡീസ് ആൻഡ് ജനമറ്റോളജി എന്ന് പറയുന്നൊരു പേപ്പറാണ്. അങ്ങനെ മൊത്തം ഫോർത്ത് സെമസ്റ്ററിൽ കുറച്ച് കൂടുതൽ ക്രെഡിറ്റ് ഉണ്ട്, 25 ക്രെഡിറ്റാണ് ഫോർത്ത് സെമസ്റ്ററിൽ. ഈ പേപ്പേഴ്സൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. ഇനി ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഫിഫ്ത്ത് സിക്സ്ത്ത് സെമസ്റ്ററുകളുടെ പ്രത്യേകത, അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഫിസിക്സ് പേപ്പേഴ്സാണ് പഠിക്കുന്നത്. ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നൊരു സംഗതി പഠിക്കുന്നുണ്ട്. അതൊഴികെ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത് സെമസ്റ്ററിൽ നമ്മൾ ഫിസിക്സ് പേപ്പേഴ്സ് മാത്രമാണ് പഠിക്കുക, ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽസ് മാത്രമാണ് ചെയ്യുക. അതായത് സെക്കൻഡ് ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ മാത്സോ കെമിസ്ട്രിയോ ഒന്നും ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത് സെമസ്റ്ററുകളിൽ നിങ്ങൾ പഠിക്കില്ല. അപ്പോൾ അതിൻ്റെ സിലബസുകൾ കാണാം. കോർ കോഴ്സ് പേപ്പേഴ്സാണ് എല്ലാം. കോർ കോഴ്സ് 4 കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറയുന്നൊരു പേപ്പർ 3 ക്രെഡിറ്റ്സിൻ്റെ അത്. പിന്നെ കോർ കോഴ്സ് 7 ക്വാണ്ടം മെക്കാനിക്സ് 3 ക്രെഡിറ്റ്. പിന്നെ അതുപോലെ കോർ കോഴ്സ് 9 ഇലക്ട്രോണിക്സ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ 3 ക്രെഡിറ്റ് പേപ്പറാണ്. പിന്നെ ഓപ്പൺ കോഴ്സ് ഉണ്ട്. അത് പിന്നെ നിങ്ങൾ ഫിസിക്സ് സ്ട്രീമിലില്ലാത്തൊരു പേപ്പർ, ഇപ്പോൾ കൊമേഴ്സ് ഇംഗ്ലീഷ് അതിൻ്റെയൊക്കെ പേപ്പേഴ്സ്, ആ 2 പേപ്പേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ കോളേജിൽ. ആദ്യത്തെ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കണം, കൊമേഴ്സത്തെയോ അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷത്തെയോ. അപ്പോൾ അതിൻ്റെ 3 ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ പ്രാക്ടിക്കൽസ്, ഇപ്പോൾ കോർ കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ 1 പരീക്ഷ കഴിഞ്ഞു, ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ 2 ചെയ്യാൻ നമ്മൾ തുടങ്ങും. പിന്നെ അതുപോലെ പ്രാക്ടിക്കൽ 3 2 പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത് സെമസ്റ്റർ നമുക്ക് ചെയ്യാനുണ്ട്. ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേപ്പറും ജനറലിൻ്റെ ഒരു പ്രാക്ടിക്കൽ പേപ്പറും.
അപ്പോൾ ആ 2 പ്രാക്ടിക്കൽ പേപ്പേഴ്സ് 5th ആൻഡ് 6th സെമസ്റ്റർ കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 6th സെമസ്റ്റർ ലാസ്റ്റ് അതിൻ്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് 6th സെമസ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. പ്രാക്ടിക്കൽ 2ൻ്റെയും പ്രാക്ടിക്കൽ 3ൻ്റെയും രണ്ടും ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ പേപ്പേഴ്സാണ്. കെമിസ്ട്രിയുടെ ഒരു പ്രാക്ടിക്കൽ പേപ്പറിൻ്റെ പരീക്ഷ നിങ്ങൾ 4th ചെയ്തല്ലോ. ഫിസിക്സിൻ്റെയും ഒരു പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2nd ആൻഡ് 3rd ആണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ 5th സെമസ്റ്ററിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക്. 5th ആൻഡ് 6th സെമസ്റ്റർ കൊണ്ട് കംപ്ലീറ്റ് ആക്കേണ്ട ഒരു പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തതുപോലെ വെറുതെ ഒരു ചെറിയ പ്രൊജക്റ്റൊന്നുമല്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽസൊക്കെ ഉള്ളൊരു പേപ്പർ ചൂസ് ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ് 5th സെമസ്റ്ററിൻ്റെ സിലബസ്. ഇനി 6th സെമസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കോർ കോഴ്സ് 10 തെർമോഡൈനാമിക്സ് 3 ക്രെഡിറ്റ്സിൻ്റെ ഒരു പേപ്പർ പഠിക്കുന്നു. പിന്നെ കോർ കോഴ്സ് 11 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഫോട്ടോണിക്സ് എന്നൊരു പേപ്പർ 3 ക്രെഡിറ്റ്സ് ആണ് അതിനുള്ളത്. പിന്നെ കോർ കോഴ്സ് 12 ന്യൂക്ലിയർ ഫിസിക്സ് ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് 3 ക്രെഡിറ്റിൻ്റെ പേപ്പർ. പിന്നെ കോർ കോഴ്സ് 13 റിലേറ്റിവിറ്റി മെക്കാനിക്സ് ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നൊരു പേപ്പർ 3 ക്രെഡിറ്റിൻ്റെ ഒരു പേപ്പറാണ്. പിന്നെ കോർ കോഴ്സ് 14 ഒരു ഇലക്റ്റീവ് പേപ്പർ നമ്മൾ പഠിക്കും. അതായത് കുറേ പേപ്പേഴ്സിൽ ഒന്ന് നമ്മൾ ചൂസ് ചെയ്യും. അത് നമുക്ക് പിന്നീട് പറയാം. അതിൻ്റെ 3 ക്രെഡിറ്റ്സ്. അങ്ങനെ 4 തിയറി ഫിസിക്സ് പേപ്പേഴ്സ് നിങ്ങൾ 6th സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് നമ്മൾ 5th സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്ത കോർ കോഴ്സ് പ്രാക്ടിക്കൽ 2, കോർ കോഴ്സ് പ്രാക്ടിക്കൽ 3 അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ പരീക്ഷ 6th സെമസ്റ്റർ ലാസ്റ്റാണ്. ഈ 2 പേപ്പറുകളുടെയും പരീക്ഷ നടക്കുക. 5 ക്രെഡിറ്റ് വീതമാണ് പ്രാക്ടിക്കലിന് ഉള്ളത്. പ്രാക്ടിക്കലിന് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ആ പ്രൊജക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ 5th സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് നമ്മൾ 6th സെമസ്റ്ററിലും കണ്ടിന്യൂ ചെയ്യും. 6th സെമസ്റ്റർ അവസാനം അതിൻ്റെ വാല്യുവേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രൊജക്റ്റും അതുപോലെ പ്രാക്ടിക്കൽസൊക്കെ ചെയ്യിപ്പിക്കാൻ പുറമെ എക്സ്റ്റേണൽസാണ് വരിക. അപ്പോൾ അവരാണ് ചെയ്യിപ്പിക്കുക, അവരാണ് അതിൻ്റെ വാല്യുവേഷനൊക്കെ നടത്താറുള്ളത്. എന്തായാലും അതിന് അതുപോലെ ഒരു ടൂറ് നടത്തും. 6th സെമസ്റ്റർ ഒരു ടൂറ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൂർ റിപ്പോർട്ട്, ഈ പ്രൊജക്റ്റിനും ടൂർ റിപ്പോർട്ടിനും കൂടി, പിന്നെ പ്രൊജക്റ്റിന് 2 ക്രെഡിറ്റും ടൂർ റിപ്പോർട്ടിന് 1 ക്രെഡിറ്റുമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ മൊത്തം 6th സെമസ്റ്ററിൽ 25 ക്രെഡിറ്റുകളാണ് 6th സെമസ്റ്ററിലും ഉള്ളത്. അങ്ങനെ മൊത്തം ഈ 6 സെമസ്റ്ററിൽ കൂടി 120 ക്രെഡിറ്റുകൾ. നിങ്ങളിതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ, ജസ്റ്റ് പാസ്സായാൽ നിങ്ങൾക്ക് ഈ 120 ക്രെഡിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതിലേതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ തോൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 120 ക്രെഡിറ്റ് കിട്ടില്ല അല്ലേ. അങ്ങനെ ഒരു ക്രെഡിറ്റ് നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങളുടെ പിന്നെ BSc ഫിസിക്സ് നിങ്ങൾ ഫെയിലാവും. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ക്രെഡിറ്റ് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ പേപ്പേഴ്സ് പാസ്സാവുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ 4 and 5 ക്രെഡിറ്റുകളുള്ള പേപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ടോട്ടൽ 100 മാർക്സാണ് ഉണ്ടാവുക. അതിൻ്റെ നിങ്ങളുടെ റിട്ടൺ എക്സാം പ്ലസ് ഇൻറ്റേർണൽ 100 മാർക്സാണ് ഓരോ പേപ്പറിനും ഉണ്ടാവുക. 4, 5 ക്രെഡിറ്റ്സ് ഉള്ള പേപ്പേഴ്സിന്. 2 and 3 ക്രെഡിറ്റ്സ് ഉള്ള പേപ്പേഴ്സിന് 75 മാർക്സാണ് ഉണ്ടാവുക. അത് പ്രാക്ടിക്കൽ ആയിക്കോട്ടെ തിയറി ആയിക്കോട്ടെ. ഇപ്പോൾ പ്രാക്ടിക്കലൊക്കെ 5 ക്രെഡിറ്റ്സ് കണ്ടു നമ്മൾ. അപ്പോൾ അതൊക്കെ 100 മാർക്കിലാണ് നടത്തുക. 4 ക്രെഡിറ്റ് ആണെങ്കിലും 100 മാർക്സ്. ഇംഗ്ലീഷിൻ്റെയൊക്കെ ചില പേപ്പർ കണ്ടു അല്ലേ, അതൊക്കെ 100 മാർക്സ് ആയിരിക്കും. പിന്നെ 2 ക്രെഡിറ്റ്സ് ഉള്ള പേപ്പേഴ്സിൻ്റെ പരീക്ഷ 75 മാർക്സ് ആയിരിക്കും. 60 മാർക്സ് റിട്ടൺ എക്സാമും 15 മാർക്സ് ഇൻറ്റേർണലും ആയിരിക്കും. ആ ഇൻറ്റേർണൽ എങ്ങനെയാണ് നൽകുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതുകൂടി അറിഞ്ഞിരിക്കണം. ഇനി ഓരോ പേപ്പറിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനോ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ആദ്യത്തെ 4 സെമസ്റ്ററിൽ നിങ്ങൾക്ക് 550 മാർക്കിൻ്റെ പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അഡീഷണൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിക് ഓർ മലയാളം 400 മാർക്സ്. ഫിസിക്സിൻ്റെ 1350 മാർക്കാണ് 6 സെമസ്റ്ററിലും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. തിയറി പ്ലസ് പ്രാക്ടിക്കൽ. മാത്തമാറ്റിക്സ് 300 മാർക്ക്. കെമിസ്ട്രി 400 മാർക്ക് പ്രാക്ടിക്കൽ ഉൾപ്പെടെയാണ്. പിന്നെ ഓപ്പൺ കോഴ്സ് ഒരു പേപ്പറിൻ്റെ കാര്യം പറഞ്ഞല്ലോ 5th സെമസ്റ്ററിൽ. അപ്പോൾ അതിന് 75 മാർക്ക് ഉൾപ്പെടെ മൊത്തം BSc ഫിസിക്സ് 3075 ടോട്ടൽ മാർക്ക് ഉള്ളത്. ഇനി ഓരോ പേപ്പറിനും എങ്ങനെയാണ് ഗ്രേഡ് നൽകുക എന്നൊക്കെ പറയുന്നുണ്ട്.
95%-ൽ 95% കൂടുതൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ O ഗ്രേഡ്, അതാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ്, ഔട്ട്സ്റ്റാൻഡിങ് ആണത്. പിന്നെ ഗ്രേഡ് പോയിൻ്റ് ഒക്കെ ഉണ്ട്. 10 ഗ്രേഡ് പോയിൻ്റ് ആണ് O ഗ്രേഡിനുള്ളത്. ഈ ഗ്രേഡ് പോയിൻ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പിന്നെ കോഴ്സ് ഗ്രേഡ് പോയിൻ്റ് എന്നൊക്കെ പറയും, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ 85 to 95 A+ ഗ്രേഡ് എക്സലൻറ്റ്, 75 to below 85 അത് A ഗ്രേഡാണ് കൊടുത്തിട്ടുണ്ട്. 65 below 75 B+. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിലോ 35% കിട്ടിക്കഴിഞ്ഞാൽ F ഗ്രേഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലായി. അപ്പോൾ 35%-ന് മുകളിൽ നിർബന്ധമായിട്ട് മാർക്ക് വാങ്ങണം എന്നുള്ളതാണ്. 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണെങ്കിൽ തിയറി പ്ലസ് പ്രാക്ടിക്കൽ 35 മാർക്ക് കിട്ടിയ ഒരാൾ പാസ്സായി. 35-ൽ കുറവാണെങ്കിൽ തോറ്റു. 35 ഇത് രണ്ടും ഉൾപ്പെടെയാണ് നോക്കുക. അതായത് റിട്ടൺ എക്സാം പ്ലസ് ഇൻറ്റേണൽ 100 മാർക്കാണെങ്കിൽ 35, 75 ആണെങ്കിൽ അതിലും കുറയും അല്ലേ. 35% ഉണ്ടെങ്കിൽ പാസ്സായി എന്ന് മനസ്സിലാക്കുക കേട്ടോ. 100 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ അതിൽ 35 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. 75 മാർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് 35% ഒന്ന് കണ്ടു നോക്കുക. 75-ൻ്റെ ഏകദേശം ഒരു 26 മാർക്കോളൊക്കെ വരും. അപ്പോൾ അത്രയും കിട്ടിയാലാണ് പാസ്സാവുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവുന്നൊരു ഡൗട്ടാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇൻറ്റേർണൽ മാർക്ക് എങ്ങനെയാണ് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ 100 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ 80 മാർക്കാണ് റിട്ടൺ എക്സാമിന് ഉണ്ടാവുക, 20 മാർക്സ് ഇൻറ്റേർണലാണ്. 75 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ അതിൽ 60 മാർക്ക് റിട്ടണും 15 മാർക്ക് ഇൻറ്റേർണലുമാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ പേപ്പറാണ് ഫിസിക്സിൽ 100 മാർക്സിൻ്റേതുള്ളൂ, തിയറി എല്ലാം 75-ൻ്റെയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് ഇൻറ്റേർണൽ കൊടുക്കുക എന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങളുടെ തിയറി പേപ്പറാണെങ്കിൽ 4 കാര്യങ്ങൾക്കാണ് മാർക്ക് കിട്ടുക ഇൻറ്റേർണൽ. ഒന്ന് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ബേസ്ഡ് ഓൺ അറ്റൻഡൻസ്, അതായത് നിങ്ങളുടെ അറ്റൻഡൻസിന് 3 മാർക്ക് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90% കൂടുതലൊക്കെ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ 90%-ലൊക്കെ കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും തിയറി പേപ്പറിൽ. ഇനി ടെസ്റ്റ് പേപ്പർ നടത്തും, ആ ടെസ്റ്റ് പേപ്പറിന് 6 മാർക്സാണ് ഉണ്ടാവുക. ടെസ്റ്റ് പേപ്പറൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നത് പോലെ, പബ്ലിക് എക്സാമൊക്കെ നടത്തുന്നത് പോലെ നമ്മൾ നടത്തും. അതിന് 6 മാർക്കാണ് ഉള്ളത്. പിന്നെ ഒരു അസൈൻമെൻറ്റ് ഉണ്ടാവും ഒരു സെമസ്റ്ററിൽ, 1-2 അസൈൻമെൻറ്റുകൾ തരും. അപ്പോൾ അതിന് 3 മാർക്കാണ് ഉണ്ടാവുക. പിന്നെ സെമിനാർ ഓർ വൈവ 3 മാർക്സ്. അങ്ങനെ തിയറി പേപ്പേഴ്സിന് 15 മാർക്സ് ഇൻറ്റേർണൽ. അപ്പോൾ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ +2 ക്ലാസ്സിൽ തരുന്നത് പോലും തരില്ല. ഈ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് തരുള്ളൂ. ഇനി അതേപോലെ പ്രാക്ടിക്കൽസിനും ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ബേസ്ഡ് ഓൺ അറ്റൻഡൻസ് 4 മാർക്സാണ്. ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും, അതിന് 8 മാർക്കുണ്ട്. അസൈൻമെൻറ്റ് 4, അതുപോലെ സെമിനാർ ഓർ വൈവ 4, അങ്ങനെ 20 മാർക്സാണ്. 3 പ്രാക്ടിക്കൽ പേപ്പേഴ്സാണ് ഫിസിക്സിനുള്ളത് അല്ലേ. അപ്പോൾ ആ 3-നും ഈ രീതിയിൽ 20 ഇൻറ്റേർണൽ മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇതേപോലെ തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ടാണ് മാർക്ക് ഇടുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രത്യേകിച്ചിട്ട് അറ്റൻഡൻസ്, ടെസ്റ്റ് പേപ്പർ, അസൈൻമെൻറ്റും സെമിനാറും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് മാർക്ക് കുറയും. ഇൻറ്റേർണൽ മാർക്ക് വെറുതെ കിട്ടുന്ന മാർക്കാണ് അല്ലേ. അതിലെ ഒരു മാർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഫെയിലായി പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേഡ് മാറിപ്പോവുക. അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അതിനൊന്നും വേറെ ഒരു മാനദണ്ഡമല്ല, ഇതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യുവേഷൻ തന്നെയാണ് ഇൻറ്റേർണൽ വാല്യുവേഷനിൽ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ടെസ്റ്റ് പേപ്പർ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ പിന്നെ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉൾപ്പെടെ അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിയറി പേപ്പേഴ്സ് എല്ലാം നമുക്ക് 60 മാർക്കാണുള്ളത്. അതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, എസ്സേസ് ഉണ്ട്. അപ്പോൾ എസ്സേസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സംഗതിയാണ് അല്ലേ. +2 ക്ലാസ്സിലൊന്നും എസ്സേ ഒന്നും ഉണ്ടാവില്ല. ഫിസിക്സിൻ്റെ എസ്സേ ഒന്നും എഴുതുന്നില്ലല്ലോ നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അറബിക്കിൻ്റെയൊക്കെ എഴുതുന്നുണ്ടാവും. ഇവിടെ ഫിസിക്സിൻ്റെ എസ്സേ ഒക്കെ എഴുതണമെങ്കിൽ കുറച്ച് ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, ഓരോ ടോപ്പിക്സും. ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമൊന്നും മനസ്സിലാക്കിയാൽ പോരാ.
അപ്പോൾ അതൊക്കെ നമ്മൾ സബ്ജക്റ്റ് കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കണം. അതാ നിങ്ങളുടെ BSc ഫിസിക്സ് ആണല്ലോ നിങ്ങളുടെ കോഴ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് essays ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് വരിക, ക്വസ്റ്റ്യൻ പേപ്പർ, അതൊക്കെ നമുക്ക് 1-2 ചാപ്റ്റേഴ്സൊക്കെ എടുത്തതിന് ശേഷം ഡിസ്കസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ സിലബസ് മൊത്തം കോഴ്സ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിലെ നമ്മുടെ ഫിസിക്സിൻ്റെ പേപ്പർ മെക്കാനിക്സ് 1 അതിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. 3 ചാപ്റ്റേഴ്സാണ് മെക്കാനിക്സ് 1 എന്ന് പറഞ്ഞിരുന്ന പേപ്പറിലുള്ളത്. ന്യൂട്ടൺസ് ലോസ്, വർക്ക് ആൻഡ് എനർജി, ആംഗുലാർ മൊമെൻറ്റം. ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന മാർക്ക് കൊടുത്തിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ 36 മാർക്സ്, വർക്ക് ആൻഡ് എനർജി 18 മാർക്സ്, ആംഗുലാർ മൊമെൻറ്റം 25. അങ്ങനെ മൊത്തം ടോട്ടൽ മാർക്സ് 79 ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 60-യിലായിരിക്കും മാർക്ക്. റിട്ടൺ എക്സാം 60-യിലായിരിക്കും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുക. ആൻ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്സ്, ഡാനിയൽ ക്ലെപ്നർ ആൻഡ് റോബർട്ട് ജെ കൊളൻകോ. അതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന പുസ്തകം. പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും. ഈ പുസ്തകത്തിൻ്റെ ഒരു PDF കോപ്പി ഞാൻ അയക്കും കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ PDF ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. പിന്നെ യൂണിവേഴ്സിറ്റി ഇറക്കുന്ന ഗൈഡ് പോലെയുള്ള പുസ്തകങ്ങളുണ്ട്, ഓരോ ഓതേഴ്സിൻ്റെ പുസ്തകങ്ങൾ. നമുക്ക് പിന്നെ ഒരു എക്സാമിന് ജസ്റ്റ് പാസ്സാവുക എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളെങ്കിൽ ആ ചെറിയ പുസ്തകങ്ങൾ പഠിച്ചാലും മതി. പക്ഷേ നല്ല ഹൈ സ്കോർ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ എന്തായാലും അത് വായിക്കുന്നത് നല്ലതാണ്. ഗൈഡ് പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താൽ മാത്രമാണ് എല്ലാ പേപ്പേഴ്സും ഇതുപോലെ തന്നെ നമുക്ക് ഹൈ മാർക്കും സബ്ജക്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ കഴിയുള്ളൂ. അതേപോലെ തന്നെ റെഫറൻസ് പുസ്തകമുണ്ട്, നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അതും ഇടയ്ക്കൊക്കെ ഒന്ന് അതിൻ്റെയും ഒരു PDF ഞാൻ അയച്ചു തരാം. അതും ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഓരോ ചാപ്റ്ററിലുള്ള ടോപ്പിക്സ് ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ ഈ കോഴ്സിൻ്റെ മൊത്തം സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള സിലബസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പേപ്പറിൻ്റെ മാത്രം സിലബസ് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതും അയക്കാം. എന്നാലും ഇത്രയും കാര്യങ്ങളാണ് സിലബസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സിലബസ് അതുപോലെ തന്നെ കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്നിവ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അതൊക്കെ നമുക്ക് പതുക്കെ ഓരോ പേപ്പറും കുറച്ചൊക്കെ എടുത്തതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ.